പിന്നെ അനിൽകുമാർ പറയുന്നത് അനിൽകുമാർ ചിരിക്കുകയെന്നാ. എൻ്റെ പൊന്ന അനിൽകുമാറെ, അനിൽകുമാർ ചിരിക്കുകയല്ല, അനിൽകുമാറിന് കരയേണ്ടി വരും. കാരണം ED കരിനിഴലിൽ നിർത്തി മുഖ്യമന്ത്രിയുടെ മകളെ വെളുപ്പിക്കാൻ നോക്കിയിട്ട് ചിരിക്കുകയാണെങ്കിൽ ആ ചിരിക്ക് അധികം ആയുസില്ല. ED അല്ല, EDയുടെ ഉദ്യോഗസ്ഥന്മാർ പുഴുക്കുന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യട്ടെന്ന്. പിന്നെ നിങ്ങൾ ഇന്ന് MA ബേബി പറഞ്ഞല്ലോ, ഞാൻ അതൊന്നുകൂടി പറഞ്ഞിട്ട് അങ്ങനെ അവസാനിപ്പിക്കാം. MA ബേബി എന്ന് പറഞ്ഞു ഏതോ പട്ടി കുറച്ചപ്പോ അത് പട്ടിയുടെ കൊര, അത് പ്രതിഷേധമാണ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ അതിലൊന്ന് ഒരു ചെറിയ കമന്റ് പറയട്ടെ. ഈ നിലാവിൽ നക്ഷത്രത്തെ നോക്കി ധാരാളം പട്ടികൾ കുറയ്ക്കാറുണ്ട്. ED എന്ന് പറയുന്ന ഓർഗനൈസേഷനെ നോക്കിയിട്ട് ആര് കുറച്ചിട്ട് ഒരു കാര്യമില്ല. അനിൽകുമാർ, എനിക്ക് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഒന്നാം പ്രതിയാക്കി നിങ്ങൾക്ക് FIR ഇടാമെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ അടക്കം വെച്ച് കേന്ദ്ര ഏജൻസികളെ വരഞ്ഞു കൂട്ടാനുള്ള പൊളിറ്റിക്കൽ വില്ല് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ അറസ്റ്റ് വൈകുന്നത്? അനിൽകുമാറിന്റെ മറുപടി. പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ജയിലിലാക്കിയത് ഇതേ ED. അതും കൂടി മനസ്സിലാക്കണം നിങ്ങൾ. അനിൽകുമാർ, അല്ല, ഇത് പൊളിറ്റിക്കൽ വില്ലിന്റെ പ്രശ്നമല്ല. ഒരു നിയമപരമായ നടപടിയാണ് കേരളത്തിലെ ഈ വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പ്രാഥമിക അന്വേഷണം നടത്തി. പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ഉള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതിയുടെ പേരവിടെ വന്നത്. ട്രാപ്പിന്റെ അടിസ്ഥാനത്തിലല്ല. ട്രാപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രാഥമിക പരിശോധന നടത്തി. പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ശേഖർ കുമാറിന് ബന്ധമുണ്ട്. ആ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ അതിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ട്രാപ്പ് നടന്നപ്പോൾ ഇത് പിടിക്കപ്പെട്ട രണ്ടാം പ്രതിയുടെ വാചകം എന്താണെന്ന് വെച്ചാൽ, ഈ പണം എനിക്ക് വേണ്ടിയല്ല, ഞാൻ നിരപരാധിയാണ്, മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയാണെന്ന് അപ്പം തന്നെ അയാൾ പറയുന്നുണ്ട്. അത് BNS പ്രകാരം റെസ് ഗസ്റ്റ് എന്ന് പറയും, തെളിവ് നിയമപ്രകാരം. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ഘട്ടത്തിൽ ആദ്യത്തെ അയാളുടെ പ്രതികരണം എനിക്കുള്ള പണമല്ല ഈ 2 ലക്ഷം രൂപ, ഇതിന്റെ ഉടമസ്ഥൻ വേറെയാണ്, അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. അപ്പൊ അതവിടെ വന്നു കഴിഞ്ഞു. 3, ഇവരെ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്, അന്വേഷണം നടക്കുകയാണ്. ആ കസ്റ്റഡി കിട്ടുന്ന വസ്തുതകൾ കൂടി വെച്ചിട്ടായിരിക്കും കൃത്യമായിട്ടും പോവുക. ഒരു കാര്യത്തിൽ എന്തായാലും ഈ കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പാടെ തള്ളുകയാണ്. അതുകൊണ്ടാണ് വിജിലൻസ് കേസ് എടുത്ത സ്ഥിതിക്ക് അറസ്റ്റ് അടക്കമുള്ള അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകുമെങ്കിൽ മാത്രമേ ആ നടപടിക്ക് ഗൗരവമായി നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ പുഴുക്കുത്തുകളെ പുറത്തു നിർത്തുക. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശ്വാസ്യതയില്ലെന്നും ED എടുത്തിട്ടുള്ള കേസുകളെല്ലാം ഇതോടെ ആവിയായി എന്നുള്ള രാഷ്ട്രീയ ന്യായീകരണത്തിനും അടിസ്ഥാനമില്ല.